ഗോപു, എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരി എന്തിനാണ് വിളിച്ചതെന്നറിയാം. ആദ്യം തന്നെ ഞാൻ അതിൽ ഭയങ്കര താങ്ക്ഫുള്ളാണ്. പുള്ളിക്കാരിയുടെ ഒരു പഴയ കാലത്തെ ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയാണ്. അതാരോടും ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? രഞ്ജു, നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ ഇത് പറയാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് അവസ്ഥയിൽ കൂടെ പോയോ അത് ഇപ്പോഴത്തെ കാലത്തെ ഏത് കുട്ടിയും പോവാണ്ടിരിക്കട്ടെ, പക്ഷെ അത് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിത് നിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളോട് പറയുക ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, എന്താണ് പറയാൻ വേണ്ടി വരുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറയുക, പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 ഇയേഴ്സ് 14 ഇയേഴ്സ് ആ ടൈമിൽ ഉണ്ടായതാണ്. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരി പറയുക, ഒരു ദിവസം പുള്ളിക്കാരിക്ക് ഇങ്ങനെ ആ ടൈമിൽ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ആരോ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പുള്ളിക്കാരിക്ക് അറിയാം. പക്ഷെ പിന്നെ ശരി, നമ്മൾക്കിങ്ങനെ ഈ ടീസിങ്ങും അതും ഇതുമൊക്കെ ഭയങ്കര കോമൺ അല്ലേ. അപ്പം അതായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരി വിട്ടു. നീ ഒന്ന് ആ കുട്ടിയുടെ ക്യാരക്ടർ നോക്കണം. വളരെ പാവം, ഒന്നും ആരോടും തർക്കിക്കാനോ അല്ലെങ്കിൽ അടി ഉണ്ടാക്കാനോ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം ഇവൾ ഒരു ദിവസം നൈറ്റ് ഇവൾ പറയാ, അടുത്തുള്ള കടയിൽ നിന്ന് പോയി സാധനം വാങ്ങിയിട്ട് നടക്കുമ്പം ഒരു സ്ഥലത്ത് മാത്രം സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇവളെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ പുള്ളിക്കാരൻ ബാക്കിൽ വരുന്നത് ഇവൾ കണ്ടു. ഓക്കെ. പക്ഷെ സേഫ് സ്ഥലമാണ്, അവൾ അവിടെ താമസിക്കുന്നതാണ്. അവൾ അങ്ങോട്ട് പോയി ആ ഇരുട്ടിൻ്റെ അങ്ങോട്ട് ചെന്നപ്പം ഇയാൾ കയറി പിടിക്കുകയും ചെയ്തു. അങ്ങനെ മുഖം മുഴുവൻ അങ്ങോട്ട് പിടിച്ച് കുറേ കിസ്സും ചെയ്തു. അവൾ പറയാ, ഞാൻ അങ്ങനെ ഫ്രീസായി, കയ്യിലുള്ള സാധനങ്ങളൊക്കെ താഴെ വീണു. അവൾ അവിടെ അങ്ങ് വീണുപോയി. എന്താ പെട്ടെന്ന് നടന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇയാൾ വന്നിട്ട് മുഖത്തിനിട്ട് കുറേ ഇങ്ങനെ കൊട്ടി എണീപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നീ ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ ഈ ലോകം മുഴുവൻ ഇത് പരത്തുമെന്ന്. ഓക്കെ. ശരിക്കും പേടിച്ചു ഈ പുള്ളിക്കാരി. ആ കുട്ടി അപ്പം എണീറ്റ് ആ സാധനങ്ങളും പെറുക്കിയെടുത്ത് അവൾ വീട്ടിലേക്ക് പോയി. കണ്ണിക്കൂടൊക്കെ അവൾ പറയുന്ന കേൾക്കണം കേട്ടോ, എനിക്കേ കരച്ചിൽ വന്നു. കണ്ണിക്കൂടൊക്കെ വെള്ളം വരിക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ വീട്ടിലേക്ക് പോയി, നേരെ ബാത്റൂമിൽ പോയി ഒരൊറ്റ കരച്ചിൽ കരഞ്ഞിട്ട് അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ വീട്ടിൽ പറഞ്ഞില്ലേടാ അത് വന്നിട്ട് വീട്ടിലേക്ക്? അതാ ഗോപു വേറെ ഒരു പ്രശ്നം. എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് പേരൻസാ എന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന അവളുടെ ബുക്കിൽ ഇങ്ങനെ തന്നെ ആട്ടോ കുട്ടി പറഞ്ഞേ. അവളുടെ ബുക്കിൽ ഒരു ഹാർട്ടിൻ്റെ ഒരു സിമ്പൽ കണ്ട ഉടനെ അമ്മ ചോദിക്കും, എന്തുവാ ഇതിനാണോ നീ പഠിക്കാൻ പോണേ, എന്തുവാ ഈ കാണിച്ചു വെക്കണേ എന്ന് പറഞ്ഞ് കുറേ ചീത്ത പറയുന്നു. അപ്പം ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻറ്റിങ്, 2 പേരൻസ്. അപ്പോൾ ഇവക്ക് പറഞ്ഞ പേടിയാ, ഇവളെ ഇനിയും സ്കൂളിലേക്ക് വിടില്ലേ, അങ്ങനത്തെ പേടിയിൽ അവൾക്കത് പറയാനേ പറ്റിയില്ല. അയ്യോ രഞ്ജു, അത് ആക്ച്വലി ഇത് പറയാൻ ഒബ്സർവ് ചെയ്തില്ല അല്ലെ പാരന്റ്? കുട്ടീൻ്റെ കരച്ചിലും ഇതുവരേക്കും പേരൻസിന് അറിയില്ല. ഞാനിനിയും പറഞ്ഞു വരാം ആ കുട്ടിയുടെ ഇപ്പം ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഷീസ് ഇൻ 40s നൗ. എൻ്റെ ഓൾമോസ്റ്റ് ഏജാണ്. ഇപ്പോഴും പുള്ളിക്കാർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ഓക്കെ. എന്നിട്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഈ ചെറുക്കൻ റിപ്പീറ്റഡ്ലി അവളെ ഇങ്ങനെ വഴിയിൽ വെച്ച് കാണുമ്പം, അന്ന് പിന്നെ ഫോണൊന്നും ഇല്ല, വഴിയിൽ വെച്ച് കാണുമ്പം നീ വൈകുന്നേരം ഇത്ര ടൈമിന് ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞ്, ഇല്ലെങ്കിൽ എന്താ ഭീഷണിയാണ്, ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അപ്പം ഈ കുട്ടി ശരിക്കും പേടിക്കുക. അവൾക്ക് എനിക്ക് തോന്നുന്നു ആ സിറ്റുവേഷൻ അന്ന് അതിനേക്കാട്ടും കൂടുതൽ അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്താവും, എങ്ങനെ അവർ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു പേടിയായിരുന്നു. അപ്പം എന്ത് പറ്റി, ട്യൂഷൻ ക്ലാസ്സസ് കട്ടാവാൻ തുടങ്ങി. ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്നില്ല, നേരെ അവിടുത്തെ പാർക്കിൽ, അങ്ങനെ അവൻ എവിടെ പറയുന്നോ അവിടെ ആ കുട്ടിക്ക് പോകേണ്ട ഒരു കമ്പൽഷനായി. ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് അതിൻ്റെ കൂടെ. സോ അവളങ്ങ് ആകെ മൊത്തം തകർന്നു. ഇവിടെ ശരിക്കും ഞാൻ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ആ കുട്ടിക്ക് ആ ഒരു പ്രായത്തിൽ അപ്പം അത് നടന്നത് പേരൻസിൻ്റെ അടുത്ത് ഒന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ. എനിക്ക് ഇതേ ക്വസ്റ്റ്യൻ എനിക്കും നീ പറയുമ്പോൾ ഇതന്നെ തോന്നുകടാ. ഇത്രയും പ്രഷർ പുറത്തുനിന്ന് ആ കുട്ടിക്ക് ബെയർ ചെയ്തിട്ടും ആ കുട്ടിക്ക് വീട്ടിൽ അത് പറയാൻ പറ്റുന്നില്ലല്ലോ, പറ്റുന്നൊരു എൻവയൺമെൻറ്റ് അല്ലാണ്ടായിപ്പോയല്ലോ വീട്ടിൽ നിന്നാണ്. അങ്ങനെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ കഥകൾ അവിടെ നിന്നേനെ. പക്ഷെ നിന്നില്ല. ഇത് ഒരു വർഷമോളം അവിടെ കാണുക ഇവിടെ കാണുക.
അവസാനം ഈ കുട്ടിക്ക് മടുത്തു. അപ്പോൾ എന്ത് പറ്റി, പഠിച്ചുകൊണ്ടിരുന്ന ഒരു ആവറേജായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി അങ്ങനെ പഠിത്തത്തിലൊക്കെ ബാക്കിലേക്കായി. അവളുടെ ജീവിതത്തിൽ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ടാവാൻ തുടങ്ങി. എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു വർഷം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം ഈ ചെറുക്കൻ അവളുടെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഇന്ന് നീ സ്കൂളിൽ പോകാൻ പാടില്ല, ബസ് സ്റ്റോപ്പിൽ വരിക, ഞാൻ ബൈക്കും കൊണ്ട് വരും, എൻ്റെ കൂടെ വരിക. അപ്പം എന്താ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് എഗെയിൻ ത്രെറ്റനിങ്, സെയിം സാധനം ഞാൻ എല്ലാവരോടും പറയും. അപ്പം ഈ കുട്ടി ശരിക്കും പേടിച്ചു. സ്കൂളിലോട്ട് ഇതുവരെ സ്കൂൾ ബങ്ക് ചെയ്തിട്ടില്ല, ഒന്നിനും ബങ്ക് ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കുട്ടി ആകെ മൊത്തം വിറയ്ക്കാൻ തുടങ്ങിയെന്ന്. പക്ഷെ അവൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇവൻ എന്നിട്ട് കൊണ്ടുപോയി ഇവൻ എന്താ പറഞ്ഞതെന്ന് അറിയോ, എനിക്ക് എൻ്റെ ചേച്ചി ഏട്ടത്തിയമ്മയും ഏട്ടനെ നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ആ കുട്ടി ബാഡായിട്ടൊന്നും തിങ്ക് ചെയ്യുന്നില്ല ആ ടൈമിൽ. ആ ടൈമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഫോണില്ല, കൂടുതൽ മീഡിയ എക്സ്പോഷർ ഇല്ല, സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല, അതിൻ്റെ കൂടെ നമ്മൾ ഈ ഇപ്പം എലാബറേറ്റ് ആയിട്ട് പഠിക്കുന്ന പോലെ അന്നൊന്നും പഠിക്കാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുട്ടിക്കൊരു ഡൗട്ട് അവിടെ വരുന്നില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാനത് എൻ്റെ ഏട്ടത്തിയമ്മയുടെ അടുത്ത് ഏട്ടനെ നിന്നെ കാണിക്കാൻ കൊണ്ടുപോവാണ്. ഈ കാര്യം ഷെയർ ഇതുവരെ ആരോടും പറയരുതും, പേടി കാരണം. അതും ഇതും പറയാൻ പാടില്ല, അങ്ങനെയാണ്. അപ്പം അങ്ങനെ ബൈക്കിൽ കൊണ്ടുപോയി, ബൈക്കിൽ കയറി ആദ്യമായിട്ട് പുള്ളിക്കാരി അതും എൻ്റെ അടുത്ത് പറഞ്ഞു, ആദ്യമായിട്ട് ഒരു ബൈക്കിൽ കയറിയത് പേടിയായിരുന്നു വീഴുമോന്ന്. അപ്പം ഞാനിങ്ങനെ ഇറുക്കി പിടിച്ചിട്ടാണ് ഇരുന്നത്. അവിടെ കൊണ്ടുപോയി ഇവനാണ് കീ ഇട്ട് തുറക്കുന്ന ഡോറ്. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, ഏട്ടത്തിയമ്മ ഏട്ടനുള്ള വീടെന്നല്ലേ പറഞ്ഞത്, എന്തുകൊണ്ട് അപ്പം കീ എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വെളിയിലോട്ട് പോയിട്ടുണ്ടാവും, എനിക്ക് കീ തന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ തുറന്ന് ഉള്ളിൽ വാന്ന് പറഞ്ഞിട്ട് ഇവൻ ഡോർ അടച്ചപ്പോഴത്തേക്കിനും ആശാട്ടിക്ക് കുറച്ച് പേടിയാവാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും ഇവൻ പറഞ്ഞു എന്ന് ചോദിച്ചു, ഏട്ടത്തിയമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അടുക്കളയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഇവൾ പറയാ, എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്, ഒരു പ്ലം കേക്ക് അത് മുറിച്ചിട്ട് വെച്ചിരിക്കുക, ഒരു ചായ കപ്പിലും ഉണ്ട് അവിടെ. അപ്പോൾ ഇവള് അപ്പം ഓർക്ക, ഏട്ടത്തിയമ്മ ഉണ്ടായിരുന്നു, എവിടെയോട്ടോ പോയി എന്നാണ് വിചാരിച്ചത്. അപ്പം ഇപ്പോൾ വരും എന്ന് അവൾ വിചാരിക്കുകയും ചെയ്തു. ഇവനില്ലേ അങ്ങോട്ട് വന്ന് ഇവളെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് തൊട്ടടുത്ത് ബെഡ്റൂം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഡോറങ്ങ് അടച്ചു. എനിക്ക് ശരിക്കും പേടിയാൻ തുടങ്ങി. ഡോർ അടച്ചത് ഇവൻ എന്താ ആദ്യം ചെയ്തതെന്നറിയോ, മുഖത്തിനിട്ട് ഒരൊറ്റ അടി അടിച്ചു എന്ന്. ആ കുട്ടി 13 വയസ്സുള്ള ഒരു കുട്ടി, അന്ന് അവൾ പറയുന്നതനുസരിച്ച് അവനൊരു 28 വയസ്സുണ്ട്. ഈ കുട്ടിക്ക് അങ്ങനെയും മറിഞ്ഞടിച്ച് വീണു, തല പോയി ബെഡിലിടിച്ചു. അപ്പോഴത്തേക്കിനും അവളിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഇവൻ എന്താ പറയുക, മിണ്ടി പോരുത്, സൗണ്ട് വെളിയിൽ കേൾക്കരുത് എന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു ഷോളിൽ പിടിച്ച് വലിച്ചു. അപ്പോഴത്തേക്കിനും ഇവള് പറഞ്ഞു കീറും. അപ്പോഴും ഈ കുട്ടിയുടെ മനസ്സിലെന്താ, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ കീറിയ ഷോളും കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, എന്നാൽ ഷോൾ നീ ഊരെന്ന് പറഞ്ഞു. എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല, ഇത്രയും പേടിയുള്ള സിറ്റുവേഷനിലും അമ്മയോടും അച്ഛനോടും എന്ത് ഞാൻ പറയും, ഇത് കീറി കണ്ട അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും, അങ്ങനെയാണ് ആ കുട്ടിയുടെ ഇത് വന്നത്. അപ്പോഴത്തേക്കിനും ഈ കുട്ടി ഊരി, സങ്കടമൊക്കെ വരുന്നു. അപ്പോഴത്തേക്കിനും ഈ കുട്ടി ഷോൾ ഊരി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡ്രസ്സ് ഊരാൻ പറഞ്ഞു. അപ്പോഴും ചുരിദാർ. പുള്ളിക്കാരി ഹെസിറ്റൻ്റ് ആയിരുന്നു. ഇവൻ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് പറയുക, ഇതും കീറുമോ എന്നുള്ള പേടി. ഈ പോയിന്റിലൊക്കെ അയാൾക്ക് ധൈര്യം കൂടി വരും അല്ലേ? അതെ, എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ നന്നായി പഠിച്ചു. ആ കുട്ടിക്ക് പേടിയുണ്ട്, വീട്ടിൽ പറയാൻ പേടിയാണ്, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ പേടിയാന്നുള്ള ഇങ്ങനത്തെ ഈ അബ്യൂസീവായിട്ടുള്ളവർക്ക് അതൊക്കെ അവർ നോക്കും. സോ ദാറ്റ് അവരുടെ പാർട്ട് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഡ്രസ്സ് കീറിക്കഴിഞ്ഞാൽ അതെങ്ങനെ വെളിയിലേക്ക് പോകും? അപ്പം ആ കുട്ടി പറഞ്ഞു വേണ്ട ഞാൻ ഊരാമെന്ന് പറഞ്ഞു. നല്ല മുടിയുള്ളൊരു കുട്ടിയായിരുന്നു. അവൾ പറയാ ഊരിയതും അയാൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ മുടി പിടിച്ചൊരൊറ്റ വലിന്ന്. എന്നിട്ട് അതിനെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു എന്ന് അവൾ പറഞ്ഞു, ചുരുട്ടി അങ്ങ് പിടിച്ചു രഞ്ജു. എൻ്റെ മുടി പിടിച്ച് വലിച്ചപ്പോൾ കുറേ മുടിയൊക്കെ പൊട്ടിപ്പോയി. അപ്പം എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, ഈ കുഞ്ഞുങ്ങളെ പിച്ച് ചീന്താന്ന് പറയില്ലേ, അതാണ് അവിടെ നടന്നതെന്ന്. ഭയങ്കരമായിട്ട് ആ കുട്ടിയെ അവിടെ എന്താ പറയുക, അവൾക്ക് അതുവരെ കേട്ട് പരിചയമില്ല, ഒന്നുമില്ല, അത്രയും അബ്യൂസ് ചെയ്തു എന്ന്. അവിടെ സെക്ഷുവലി അസോൾട്ട് ചെയ്തു കഴിഞ്ഞിട്ടോ അവൾ എന്താ നടന്നതെന്നൊന്നും അറിയില്ല. എളുപ്പം ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ടേ, നിനക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ല. അപ്പം അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ഇട്ടു. കരയാൻ പാടില്ല, സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല.
ആ പാവം കുട്ടി എളുപ്പത്തിൽ തന്നെ ഡ്രസ്സ് ഇട്ട് ഇവൻ എന്നിട്ട് ആ ബെഡും എല്ലാം അവനാണ് അവിടെ ക്ലിയർ ചെയ്ത് ഇവളുടെ മുടിയെടുത്ത് കളയുന്നത് വരെ അവൾ കണ്ടു എന്നാണ് പറയണത്. അത്രയ്ക്കും മുടി പോയി. എന്നിട്ട് ഇവൾ ഡ്രസ്സ് ഇട്ടു, ഇവളെ അതുപോലെ ബൈക്കിൽ കൊണ്ട് ആ ബസ് സ്റ്റോപ്പിൽ വിട്ടു. എന്നിട്ട് ഇവൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ എടുത്തു ചോദിച്ചു, അപ്പോഴെങ്കിലും നിനക്കൊന്ന് നിൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് രഞ്ജു ഞാൻ എങ്ങനെ പറയും, എനിക്കിട്ടായിരിക്കും അടി കിട്ടുന്നത്. ഞാൻ ഇവിടുന്നേ ഈ ഒരു ട്രോമയും കഴിഞ്ഞിട്ട് പോകുമ്പം ഇനി വീട്ടിലേയും കൂടെ ഒരു ട്രോമ ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ഒന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടി വീട്ടിൽ പോയി അവൾ പറയാം, വെള്ളം ഒഴിക്കുമ്പോൾ കുളിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുമ്പോൾ നീറുക ദേഹം മുഴുവൻ. എന്നിട്ടും ഒന്നും മിണ്ടിയില്ല. എന്തോ ഭാഗ്യത്തിന് വേറെ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് അത് പോയില്ല. എന്നിട്ട് അവൻ പോയി വേറെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചു. പക്ഷെ അപ്പോഴും ഈ കുട്ടി കല്യാണത്തിന് മുമ്പേ ഇവൾ എന്താ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ, ഇവൻ ഇപ്പം ഇത്രയൊക്കെ ആയി, ഇനി എനിക്ക് വേറെ ജീവിതമില്ല, ഇവനെ ശരി എങ്ങനെ എന്ത് സഹിച്ചാണെങ്കിലും ഞാൻ കല്യാണം കഴിക്കാൻ പോവുക, എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, പക്ഷെ പ്രായമായതും ഞാൻ ഇവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന്. ഇവൻ എന്താ ചെയ്തതെന്നറിയാം, ഇവൻ ആ സ്ഥലക്കാരനല്ല. ഇവൻ നേരെ നാട്ടിൽ പോയി വേറെ കല്യാണം കഴിച്ചാണ് ഇവൻ തിരിച്ചു വരുന്നത്. അവൾക്ക് അത്ര വയസ്സുമായല്ലോ. അതാ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്താല്ലേ നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ പേരൻസ് നമ്മളെ ഭയങ്കര ഇവിടെ ഞാൻ പേരൻസിനെ അല്ല കുറ്റം പറയുന്നത്, ചിലപ്പോൾ അവർക്ക് അത്രയും സ്നേഹം അവരുടെ മോളാണ് ഉണ്ടാവാം. പക്ഷേ ജസ്റ്റ് ബിക്കോസ് ദ റോങ് സ്റ്റൈൽ ഓഫ് പേരൻറ്റിങ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺനെസ് ആ കുട്ടിക്ക് അവിടെ കൊടുക്കാത്തത് കൊണ്ട് എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, വെദർ ഇറ്റ്സ് എ ബാഡ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ദിവസം ബാഡ് ആയത് അല്ലെങ്കിൽ വിയേർഡ് തോട്ട്സ്, ടീനേജ് ടൈമിലൊക്കെ ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര വിയേർഡ് തോട്ട്സാണ് വരുന്നത്, അത് ഷെയർ ചെയ്യാനോ എന്ത് നല്ല കാര്യം ആയിക്കോട്ടെ ചീത്ത കാര്യം എന്ന് ആ കുട്ടി വിചാരിക്കുന്നത് പോലെ ആയിക്കോട്ടെ, പക്ഷെ എന്തും ഷെയർ ചെയ്യാൻ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ ഒരു ഇൻസ്റ്റൻസിൽ തന്നെ അത് അവിടെ നിന്നേനെ. പേരൻസ് പ്രൊട്ടക്റ്റ് ചെയ്ത് അവനെ പിടിക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്ത് ആ കുട്ടി ഇത്രയും ട്രോമയിലേക്ക് പോകത്തില്ലായിരുന്നു. ഇതിവിടെ നിന്നിട്ടില്ല, നീ കേൾക്കൂ. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് 40s ഈ ഒരു നല്ല സ്ത്രീയായി ഇത്രയും വർഷങ്ങൾ കടന്നുപോയി ഇപ്പോഴും തന്നെ ഒരു സ്ഥലത്തോട്ട് പോകാൻ പേടിയാണ്, ഒരു ക്രൗഡിൻ്റെ ഇടയിലോട്ട് കയറാൻ പേടിയാണ്. ഇപ്പോഴും ആ പേടിയും കൊണ്ടാണ് ഈ പുള്ളിക്കാരി ജീവിക്കുന്നത്. ഒരു നല്ല ഹസ്ബൻഡ് ഉണ്ട്, നല്ല 2 മക്കളുണ്ട്, ഈ മക്കളും ഹസ്ബൻഡും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും ആ ട്രോമയിൽ നിന്ന് ആ കുട്ടി വെളിയിൽ വന്നിട്ടില്ല. കഴിഞ്ഞു പോയ നമ്മളിപ്പോൾ പുറത്തുനിന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ ഈ ട്രോമ. ഇപ്പോൾ രഞ്ജു പറഞ്ഞ് അവർ ഗോ ത്രൂ ചെയ്ത പെയിൻ ഓരോ സ്റ്റേജിലും ഈ വിഷയത്തിലൊക്കെ എൻ്റെ മനസ്സിൽ ആദ്യം നമുക്ക് തിരിച്ചു പോയി ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്ന ചോദ്യം എന്താ അറിയോ, ഇഫ് അറ്റ് ഓൾ ഹർ ഹോം വാസ് ഹർ സേഫസ്റ്റ് പ്ലേസ്, അവൾക്കത് വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ദിവസം പറയാൻ പറ്റിയിരുന്നെങ്കിൽ, ആസ് പാരൻസ് നമ്മളെല്ലാവരും കുട്ടികളുടെ നല്ലത് ആഗ്രഹിക്കുന്നത്, ഓരോരുത്തരുടെ രീതി വ്യത്യാസമാണ്. പക്ഷെ ചെറുപ്രായം തൊട്ടിട്ട് ആ ഒരു ഫ്രീഡം ഇല്ലേ, എന്തോ ഞാൻ അൺകംഫർട്ടബിൾ ആണ്, ഏതോ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല, അതൊക്കെ നിൻ്റെ തോന്നലാണ്, നിൻ്റെ തെറ്റാണ്, നിനക്ക് തോന്നിയതാ, പകരം എന്താണ് എന്നോട് പറയൂ. അവിടെ ആ അൺകംഫർട്ടബിൾ നമുക്ക് തോന്നാൻ പോലും പറയാൻ പോലും ഉള്ള സ്പേസ് ഇല്ലല്ലോ. അതെന്താന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ നിൻ്റെ അമ്മയാണ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നീ പറയുന്നതല്ല ശരി എന്നിങ്ങനെ 10 പ്രാവശ്യം പറയുമ്പം കുട്ടികളുടെ വിചാരവും പിന്നെ ഇന്നവിടത്ത് പോയ ഇത്ര ടൈമിന് വന്നോണം, തന്നെ വിടാതിരിക്കുക, ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വിടാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് എന്ത് വന്നാലും പേരൻസിനോട് പറയാനുള്ള ഒരു പേടി വരുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിചാരം ദേ വിൽ ബി റോങ്ലി ജഡ്ജ്ഡ്. കറക്റ്റ്. ദ ബ്ലെയിം ഈസ് ഫുള്ളി ഓൺ ദാറ്റ് കിഡ്. ആര് വെളിയിൽ നിന്ന് എന്ത് ചെയ്തു എന്നല്ല, പക്ഷെ നിന്റെ തെറ്റാ, നീ എന്തിനാ അങ്ങനെ പോയേ, നീ എന്തിനാ അങ്ങനെ സംസാരിക്കാൻ പോയേ എന്നുള്ളത് കുഞ്ഞിലേ തൊട്ട് കേട്ട് വരുമ്പോൾ ഒരു 13 വയസ്സിൽ ആ കുട്ടി അതിൻ്റെ എത്ര വർഷത്തിൽ എന്തൊക്കെ കേട്ടിട്ടുണ്ട്. അതെ. അപ്പം അതുകൊണ്ടാണ് അതിനവിടെ ഓപ്പൺലി ഒന്നും പറയാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് എന്താ ആ കുട്ടി ഇപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്, പത്രം എടുത്ത് നോക്കുമ്പം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു കുട്ടിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അബ്യൂസ് വന്നു എന്ന് പറഞ്ഞ് കാണുമ്പോൾ
പുള്ളിക്കാരി പറയാ ബോഡി മുഴുവൻ ഷിവറാവുക. വീണ്ടും അത് വീണ്ടും എനിക്ക് ആ ഒരു റൂമും ആ ഒരു വീടുമാണ് എൻ്റെ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മയിൽ വരുന്നത്. ഷിവറാവുകയെന്ന്. എന്നിട്ട് പുള്ളിക്കാരിക്ക് ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്ടം പോലെ ഉണ്ട്. ബിക്കോസ് ഈ ട്രോമയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ഇത്രയും വർഷങ്ങളായിട്ട് ആ ട്രോമ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നതും. ആദ്യമായിട്ട് ഒരാളുടെ അടുത്ത് ഈ ഒരു ഏജിൽ പറയാന്ന് പറഞ്ഞാൽ 13 years to 40 years എടുത്തോളൂ. എത്ര വർഷമാണ് ഇത് ഈ മനസ്സിൻ്റെ അകത്ത് തന്നെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം എങ്ങനെ അത് ഹെൽത്തിനെ ബാധിക്കാണ്ടിരിക്കും? ഓരോ വൂണ്ട് നമ്മൾ പറയില്ലേ, അതേ സമയത്ത് ഹീലായി പോയിട്ടില്ലെങ്കിൽ അത് പിന്നീട് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻസ് ആൾക്കാർ വരും. രഞ്ജു, എനിക്ക് ഇപ്പോഴും വീണ്ടും എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുന്നില്ലടാ. പാരൻറ്റിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു സ്റ്റൈൽ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് പല ത്രെട്ടും അറ്റാക്സും വരും. പക്ഷെ അതിന് ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റിൽ നമുക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, വാട്ട് സോ എവർ ഹാപ്പൻഡ്, തെറ്റ് പറ്റിയാലും ശരി, തിരിച്ചു പോയാൽ എനിക്ക് അവിടെ താങ്ങായിട്ട് അമ്മയും അച്ഛനും ഉണ്ട് എന്നുള്ളൊരു ധൈര്യം. ആ ധൈര്യം ഉണ്ടല്ലോ, എന്ത് ബുദ്ധിമുട്ട് സഹിച്ച കുട്ടിക്കും ഓവർകം ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ ആസ് പാരൻസ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ബേർ മിനിമം അതാണ്. അതെ. ഒരു കാര്യം കൂടി ഞാനിതിലിപ്പോൾ കഥ പറയുമ്പോൾ നോട്ടീസ് ചെയ്യടാ. നമ്മുടെ കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കണ്ടാൽ മാത്രം പോരാ, ആക്ച്വലി നമ്മൾ ഒബ്സർവ് ചെയ്യണം, അല്ലേ? എത്ര സ്ട്രിക്റ്റ് പാരൻ്റ് ആണോ ലീനിയൻറ്റ് പാരൻ്റ് ആണോ എന്ന് മാത്രമല്ല, കുട്ടികളിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് ഐ എം ഷുവർ ആ സമയത്ത് ഈ കുട്ടി വളരെ ഒരു ചേഞ്ച് കാണിച്ചിട്ടുണ്ടാവണം. പുള്ളിക്കാരിക്ക് മെഡിക്കൽ ഹെൽപ്പും അന്ന് വേണ്ടി വന്നു ഈ അബ്യൂസ് നടന്നപ്പോൾ. പക്ഷേ പേരൻസ് എന്താ വിചാരിച്ചെന്നറിയോ? പരീക്ഷയുടെ ടെൻഷനാണ്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുക, എനിക്കറിയാം നീ ഈ എപ്പിസോഡ് എന്തായാലും കാണുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ നിന്നോട് ഒരു കാര്യം പറയുകയാണ്. അന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നീ ഒരു വീക്ക് പേഴ്സൺ അല്ല. നീ പറഞ്ഞതുപോലെ നീ വീക്കേ അല്ല, നീ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷം നിനക്ക് ജീവിക്കാൻ പറ്റി, നീ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ സ്ട്രെങ്ത്. ഒരിക്കലും നീ വീക്കാന്ന് വിചാരിക്കരുത്, കേട്ടോ? ആൻഡ് ദിസ് വാസ് നോട്ട് യുവർ ഫോൾട്ട്. അതെ, ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയണം, ദിസ് വാസ് നോട്ട് യുവർ ഫോൾട്ട്. യു ആർ എ വെരി നൈസ് ഗുഡ് ഹ്യൂമൻ ബീയിങ്. പുറത്ത് പല വൃത്തികെട്ട മനുഷ്യരും ജീവിക്കുന്നുണ്ടാവും. അവർ ചെയ്യുന്ന തെറ്റൊന്നും നമ്മൾക്ക് അതിനെ ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല, ഒരു തെറ്റും ചിന്തിക്കേണ്ട ആവശ്യമില്ല. യു ആർ എ വെരി സ്ട്രോങ് പേഴ്സൺ. ഓക്കെ, ഫൈനലി രഞ്ജുവിൻ്റെ അടുത്ത് ഇത് പറയാൻ കാണിച്ചതും, ഈ ബുദ്ധിമുട്ടിലും ഇത് അറിഞ്ഞ് കുറേ ആൾക്കാർ സർവൈവ് ചെയ്യണം, രക്ഷപ്പെടണം, വീട്ടിൽ പോയി പറയണം. ആസ് പാരൻസ് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു തരാൻ കാണിച്ച സ്ട്രെങ്ത് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് റിയലി ഗുഡ്. ഓക്കെ, ഇന്ന് എക്കോസ് ഓഫ് ഹെറിൽ ജനറലി നമ്മൾ എപ്പോഴും ഹാപ്പി എൻഡിങ് ആണ്. ഈ പ്രാവശ്യം ഞങ്ങളുടെയും നിങ്ങളുടെയും ഒക്കെ ബ്ലെസ്സിങ് ഷുഡ് ഗോ ടു ദിസ് ലേഡി who has been very kind enough and she's sharing her sorrow. Thanks for watching Echoes of her with Ranangu.